അങ്ങനെ കൊണ്ട് ഒരു വയസ്സായ കുട്ടിയില്ലേ ഇതോ ആരോ അറിയുന്നുണ്ടോ? ഇവര് അങ്ങാടിയിൽ എന്തെങ്കിലും വെല്ലുവിളിക്കുന്ന രീതിയിൽ കൈയൊക്കെ അഭിവാദി മറ്റുള്ള ആളുകൾ ഇത് ആൾക്കാരാണെന്നാ ചോദിക്കുന്നത്. ഇത് ഞങ്ങൾ പള്ളിയിൽ ഇന്നലെ വെള്ളിയാഴ്ചയാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. ആ സമയത്തൊക്കെ വെച്ചാൽ ഇവര് ചിരിച്ചും കാഞ്ഞ് എന്താ പറയാ, അവർക്ക് കാണുന്നേരം ഞമ്മക്കുള്ള ഒരു മനസ്സുണ്ടല്ലോ, നമ്മൾ തകരുക ചെയ്യുന്നത്. ഇവന്റെ കയ്യിൽ നിന്നാണ് നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം വീട്ടിൽ പോയിട്ട് പിടിക്കുന്നത്. എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല? ഇത് ബാൻ ചെയ്ത മുതലാന്നുള്ള അറിയാന്നാ, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വിഷയം ഉണ്ട് എന്ന് അറിയുന്നതാണ്. നിയമത്തിന്റെ ഭാഗത്തു നിന്നൊന്നും ഇല്ലേ? അപ്പം സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്കൂടെ ജീവിക്കണ്ടേ? ഞങ്ങൾ പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ്. കുടുംബം എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞ് കരഞ്ഞാ പോകുന്നത്. ഇവിടെ സ്റ്റേജിൽ നിന്ന് രാത്രിയാകുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നും കഴിഞ്ഞ് ഇവിടുന്ന് നമ്മളെ അവസ്ഥ കണ്ടും കഴിഞ്ഞ് കരഞ്ഞു പോവുക. ഫോൺ ചെയ്യുന്ന സമയത്ത് ചില ഫോൺ കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സങ്കടവും നമ്മൾ ഒരു കരച്ചിലും കഴിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നുകൂടി എന്താ വൈലന്റ് ആകുക, കുട്ടീനെ നോക്കുന്നില്ല. ഇത് ഓരറിയുന്നുണ്ടോ? ഓരിപ്പോൾ പറയുന്നത് എന്താ, ഒന്ന് പോയി അതില്ല പ്രശ്നമല്ല, അങ്ങ് മയങ്ങിപ്പോവും അല്ലെ മാഞ്ഞു പോകുന്നു. അതല്ലല്ലോ, നമുക്കിതെന്നും തീരാ ഒരു ദുഃഖമായിരുന്നു. നമ്മൾ ഇതിപ്പോൾ മറ്റുള്ള 3 കുട്ടികളുണ്ട്, അവരെ പോറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവള് ലെവലിൽ നിൽക്കണം. ഇവള് ലെവലാവുന്നുള്ള എന്നാൽ ഡോക്ടർ എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കണം എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യൂ? ഇനി ഇത് തുടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഒരാൾക്കും ഇത് വരാൻ പാടില്ല. ഇത് വേദന അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇതിന് എന്തായി കഴിഞ്ഞാൽ ഒരു തുടർ നടപടി എന്നുള്ള കണ്ടീഷനിൽ മുതിർന്ന ആളുകളുണ്ട്, അവരെ നിയമത്തിന്റെ മുന്നിൽ എന്നാലേ ഇത് എന്ത് ചെയ്യും, നമ്മൾ തടയാൻ കഴിയും. അത്രമാത്രം എനിക്ക് ഇത് പറയാനുള്ളത്. പെട്ടെന്ന് കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നമ്മൾ കുടുംബം മൊത്തം തകർന്നിരിക്കുക. അപ്പം പിന്നെ നമ്മൾ ഈ അങ്ങാടിയിൽ ഇറങ്ങുന്ന സമയത്ത് ഇവരെ ഈ മോശി പിടിച്ച കളിയും കാര്യങ്ങളും കാണുന്നേരം നമ്മളോട് എന്ത് ചെയ്യാണ്? ഒന്നുകൂടി പ്രതികളുടെ ആളുകൾ അതായത് ഇതിൽ മെയിൻ പ്രതി എന്ന് പറയുന്ന ഈ നെഞ്ചക്കൊക്കെ ഉപയോഗിച്ച് അടിച്ച ഈ കുട്ടിയുടെ ഫാദർ, ബാക്കിയുള്ള പോലെ കുടുംബങ്ങൾ എന്താ പറയുക, ഇതെന്തോ നന്മ ചെയ്തൊരു ഇതുപോലാണ് അങ്ങാടിയിൽ നിന്ന് കാണിക്കുന്നത്. പല ആളുകളോടും ഒരു ഒച്ചത്ത് സംസാരിച്ച് നമ്മളെന്താ പറയുക, ഒരു അവഹേളിക്കുന്ന രീതിയിലുള്ളൊരു സംസാരം. ഇത് ഇത്രയും തെളിവുകൾ. അതും പോരാ, ഈ അവന്റെ ഒരു കുട്ടി, ചെറിയ മകള് ഇവിടെ പഠിക്കുന്നുണ്ട്, ഇവിടെ കാരടി സ്കൂളിൽ. അവിടെ ഏതോ ഒരു പേരൻസ് അല്ല ചെറിയൊരു കുട്ടി അവളോട് ചോദിച്ചു, കൂടെ പഠിക്കുന്ന നിന്റെ ജ്യേഷ്ഠനല്ലേ ഇങ്ങനെ ചെയ്തത് എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുട്ടി വീട്ടിൽ വന്ന് പറയുകയും അത് കാരണം വെച്ചാൽ ഈ കുട്ടിയുടെ വാപ്പ നേരെ ഹൈസ്കൂളിൽ പോയിട്ട് ആ കുട്ടീനെ ചീത്ത പറയുകയും ആ കുട്ടീന്റെ പേരൻസിനെ വിളിച്ച് ചീത്ത പറയുകയും പിന്നെ സ്കൂളിൽ മാഷ്മാർ ടീച്ചർമാരെയൊക്കെ ഒരു സംസാര വിഷയം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇത്രയും ഒക്കെ കഴിഞ്ഞിട്ട് അവരെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാനോ ഒരു കുറ്റബോധം അവർക്കില്ല. ഓരെന്തോ നന്മ ചെയ്ത രീതിയിലാണ് ഇപ്പൊ ഈ അങ്ങാടി കൂടി വലിച്ചു നടക്കുന്നത്. ഇവര് എല്ലാ ഗുണ്ട ഇതിലും പെട്ട ആളാ ഇവര്. ഇതേപോലെ തന്നെ മറ്റുള്ള ഒരു വീട്ടിൽ നെഞ്ചൊക്കെ പിടിച്ചെടുത്തു. എന്നാ പിന്നെ പോലും ഒരു കസ്റ്റഡി നിയമത്തിന്റെ രീതിയിൽ കൊണ്ടുവരാൻ അവർ കഴിഞ്ഞിട്ടില്ല, കൊണ്ടുവരുന്നില്ല. ഇത് തീർച്ചയായിട്ടും അങ്ങനല്ലേ വേണ്ടത്. ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഈ മക്കളിൽ കൊണ്ടുപോയി സ്കൂളിലേക്ക് ഉപയോഗിക്കും. നാളെ ഇവര് വലിയ ക്രിമിനൽ ആകാനല്ലേ പോണത്. അപ്പൊ ഇവര് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണല്ലോ ഇതിന്റെ തെളിവാണ് ഇപ്പൊ കാണുന്നത് നമ്മൾ, അല്ലേ? ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിൽ പോയ സമയത്ത് അവർ കളിച്ച് ചിരിച്ചു കഴിഞ്ഞ് എല്ലാ ആളുകളോടും അഭിവാദ്യം പറഞ്ഞിട്ടുള്ള നടത്താൻ. അതൊക്കെ കാണുമ്പോൾ ഞമ്മക്ക് എന്ത് സഹിക്കുന്നില്ല. വെച്ചാൽ നമ്മളെ കുട്ടി അവിടെ ആറാടി മണ്ണ് കിടക്കുന്നു, ഇവര് ഇവിടുന്ന് ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. അതാണോ ഇതിന്റെ ശരി? നിയമമല്ലേ ഇതിനൊക്കെ? ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങോട്ട് വരുമെന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാര്യം ഒരു കുട്ടിയാണ് മരിച്ചത്. ഈ കുട്ടികൾക്കിടയിൽ കേരളത്തിൽ പരക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ പേരും നമ്മളെ കാര്യങ്ങളിലൊക്കെ പങ്കുചേരുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ആരെങ്കിലും ഒന്ന് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അല്ലാണ്ടൊരു മന്ത്രി ഇവിടെ വന്നിരുന്നു, വനം വകുപ്പ് മന്ത്രി ഇവിടെ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു. ഇപ്പൊ നമ്മള് ഗവൺമെന്റിലും ഈ നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷെ അങ്ങോട്ട് ചെല്ലുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയിലും വരാമായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അവിടെ വരും നമ്മളെ കാര്യങ്ങളൊക്കെ. അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം നമുക്ക് കിട്ടും എന്നുള്ളതുണ്ടായിരുന്നു. ഇത് നമ്മളിപ്പം പൊതുവേ ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത്. വല്ലാത്തൊരു വിഷമം. അതായത് നമ്മൾ കുടുംബം മൊത്തം എന്ത് ചെയ്യാണ്, എന്റെ വാപ്പ ആയാലും ഉമ്മ ആയിക്കഴിഞ്ഞാലും ഭാര്യ ആയിക്കഴിഞ്ഞാലും മറ്റുള്ള കുടുംബങ്ങൾ മൊത്തം ഇവിടെ എന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും ദിവസമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും അങ്ങോട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ തകരുക ചെയ്യുന്നത്. ഓരോ ദിവസം ഇന്നലെ ഇപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയതാണല്ലേ, കോളേജിൽ കൊണ്ടുപോയി ചെല്ലാനാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു വയസ്സായ കുട്ടിയെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം. അതിന്റെ താഴെ 2 പേരുണ്ട്. ഇവരൊക്കെ കൊണ്ട് ഞാൻ നമ്മളെന്ത് ചെയ്യാണ്, ഓരോ ദിവസവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. ഇതിനി ഉണ്ടാവരുത്. മറ്റൊരു രക്ഷിതാവിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിന് മുഖം നോക്കാതെ കർശന നടപടി എടുത്താലേ പറ്റും. അതിന് എന്ത് ചെയ്യണം, ഈ രക്ഷിതാവ് മുതിർന്ന ആളുകളുണ്ടല്ലോ, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നിൽക്കും.